ഒരാൾ പരസ്യമായി അംബേദ്കറെ പരിഹസിക്കുന്നത്. ചോദ്യം, അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോവില്ല എന്നാണ്. ഞാനതിന് മറുപടി പറയാനുള്ള വലിപ്പം എനിക്കുള്ളത് കൊണ്ടല്ല. ഇതിനെല്ലാമുള്ള മറുപടി ഈശാവാസ്യോപനിഷത്തിലുണ്ട്. ചോദിക്കും, എന്തിന് ഈശാവാസ്യോപനിഷത്തിനെ ഞാൻ ഉദ്ധരിക്കുന്നുവെന്ന്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു കഴിഞ്ഞ് ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഒരു അഭിനന്ദനം രേഖപ്പെടുത്താൻ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ആശ്രാമം മൈതാനിയിൽ കൂടിയപ്പോൾ ആ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധി അന്ന് തൻ്റെ പ്രസംഗം എന്നത് വിശുദ്ധമായ അനേകം വചനങ്ങൾ കൊണ്ട് കുത്തിക്കെട്ടുകയോ ദീർഘദർശനമുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി കൊണ്ട് അതിനെ വികസിപ്പിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ഈശാവാസ്യോപനിഷത്തിലെ 4 വരി ഒരൊറ്റ ശ്ലോകം 1.5 മണിക്കൂറാണെന്നാണ് എൻ്റെ ഓർമ്മ, വ്യാഖ്യാനിച്ച പ്രസംഗത്തെ അവസാനിപ്പിക്കുകയാണ്. ഈശാവാസ്യമിതം സർവം യത്കിംച ജഗത്യാം ജഗത്. ഗുരു ഒരൊറ്റ ഉപനിഷത്ത് മാത്രമേ വിവർത്തനം ചെയ്തിട്ടുള്ളൂ, അത് ഈശാവാസ്യോപനിഷത്താണ്. ആ ഗുരുവിന്റെ വിവർത്തനം എങ്ങനെയെന്നാൽ, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം എന്ന് പറഞ്ഞാൽ അംബേദ്കറിലും ദൈവമുണ്ട്. അപ്പൊ ആരെയാ ധിക്കരിച്ചത്? ഈശാവാസ്യോപനിഷത്തിനെയാണ്. ഈശാവാസ്യോപനിഷത്തിന്റെ പിന്നീട് വരുമ്പോ ഒരു ശ്ലോകത്തിലുണ്ട്, നശ്വരങ്ങളായ ദേവപിതൃമാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ പതിക്കുന്നു. ഈശാവാസ്യമാണ്. ഈശാവാസ്യത്തിന്റെ ഡയലക്റ്റിക്സ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് മാക്സ് മുള്ളർ വായിച്ച വായനയല്ല, ഗുരു വായിച്ച വായനയാണ് നടത്തുന്നത്. ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ ചെല്ലും. അവിനാശിയായ പരമാത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച് മിഥ്യാഭിമാനത്തോടുകൂടി പറയുന്നവരും ഘോരാന്ധകാരത്തിൽ തന്നെ പതിക്കും. ലോകത്തിലുള്ള സകലമാന വർഗീയവാദികളും ഈശ്വരന്മാരെ കുറിച്ച് മിഥ്യാഭിമാനം വെച്ച് പുലർത്തുന്നവരാണ്. ഇപ്പോൾ ഞാൻ ഈശ്വര വിശ്വാസിയാണോ അല്ലയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനത്തിൽ ഈശ്വരനെ കുറിച്ചാണോ പറയേണ്ടതെന്നുള്ളതല്ല ഞാൻ പറയുന്ന വിഷയം. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു സാംസ്കാരിക സമ്പത്തിക്കുള്ളിൽ കിടക്കുന്ന ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഈശ്വരൻ സകലേടത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കുന്നവർക്ക് ചോറ്റിന് ചോറ്, പഠിക്കാത്തവർക്ക് പാഠം. അതാണല്ലോ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ solemnly constitute India as a sovereign country. വാക്യങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ we the people of India having solemnly resolved to constitute India as a sovereign country. ഇത് ആരുടേതാണ് എന്നുള്ള തർക്കമുണ്ട്. നെഹ്റുവിൻ്റെതാണോ, മുൻഷിയുടേതാണോ, അംബേദ്കറുടേതാണോ എന്നുള്ള ഡിസ്പ്യൂട്ടുണ്ട്. ഈ ഡിസ്പ്യൂട്ടിനെ മുഴുവൻ സംസാരിച്ചുകൊണ്ട് അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രിയാമ്പിൾ എങ്ങനെ അംബേദ്കറുടെ പ്രിയാമ്പിളായി മാറുന്നു? പട്ടിണി കിടന്നവനാണ്, മുൻബെഞ്ചിൽ നിന്ന് പോയിട്ട് പിൻബെഞ്ചിൽ പോലും ഇരിക്കാൻ അവകാശമില്ലാത്തവനാണ്, അടികൊണ്ട് വീണവനാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും പറയാൻ അർഹനെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അതിനർഹതയുള്ള ഒരാൾ ഞാനാണെന്ന ബോധ്യത്തോടുകൂടി ഈ നാട്ടിലെ അൺടച്ചബിൾസിനു വേണ്ടി, ഈ നാട്ടിലെ മൈനോറിറ്റീസിന് വേണ്ടി, ഈ നാട്ടിലെ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി ഘോരം വാദിച്ച അംബേദ്കർ ദൈവവിശ്വാസമില്ലാത്തവരുടെ പോലും ആശ്വാസമാണ്. മാർക്സിന്റെ വാക്യം ഉപയോഗിച്ച് പറഞ്ഞാൽ, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമേ എന്ന് മാർക്സ് വിളിച്ച വിളി ഹൃദയമില്ലാതിരുന്ന ഈ നാടിന്റെ ഹൃദയമായി തീർന്ന അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള സൂചനയാണ്.